എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് എഴുതി പഠിപ്പിക്കുക. ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരം വായിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ മൈൻഡിലൂടെ കയറിയങ്ങ് ഇറങ്ങുക ചെയ്യുക. എഴുതി പഠിക്കുക. ചില ഉത്തരങ്ങളൊക്കെ 1 പ്രാവശ്യം 2 പ്രാവശ്യം 3 പ്രാവശ്യം എഴുതി പഠിച്ചു. സാറ് പറയുന്നത് പരീക്ഷയ്ക്ക് വായിച്ച് പഠിക്കുന്നതിനേക്കാളും പ്രാധാന്യം എഴുതി പഠിക്കുന്നത്. തീർച്ചയായിട്ടും. അതായത് ഒരു ചെറിയ ശതമാനം കുട്ടികൾക്ക് ഒരു വായന മതി. അതായത് ഓഡിറ്ററി ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ 1 പ്രാവശ്യം കേട്ടാൽ മതിയാവും, ഒറ്റ പ്രാവശ്യം വായിച്ചാലൊക്കെ മതിയാവുന്ന കുട്ടികൾ. പക്ഷെ അത് വളരെ തുലവും കുറവാണ്. ഒരു വലിയൊരു പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ വായിച്ചതിന് ശേഷം അവരുടെ ടെക്സ്റ്റ് ബുക്ക് നോട്ട്ബുക്കൊക്കെ മടക്കി വെച്ചിട്ട് ഒരു റഫ് പേപ്പർ എടുത്തിട്ട് ആ ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കുക, എഴുതി നോക്കുക. രക്ഷിതാക്കളായ അധ്യാപകരായ നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇവരെ എത്ര അധികം തവണ എഴുതിപ്പിച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ പറ്റും. എക്സാക്ട്ലി. ആ ഒരു പ്രോസസ്സിലൂടെ പോയാൽ നന്നായിട്ട് കുട്ടികൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കുട്ടികൾ എന്ത് കരുതുന്നു, പഠിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, എല്ലാം കവർ ചെയ്തിട്ടുണ്ട്, എനിക്ക് കിട്ടും. പക്ഷെ എക്സാം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മൾ ചോദിച്ചാൽ പറയും എല്ലാം മറന്നുപോയി, അത് കുറച്ച് എഴുതിയുള്ളൂ, ഞാൻ 2 ലൈനേ എഴുതിയുള്ളൂ, നീ അത്ര എഴുതിയോ? ഈ ഒരു പ്രോബ്ലം ഒക്കെ വരുന്നത് എഴുതി. അതായത് കുട്ടികൾ എക്സാമിനെ ഇമാജിൻ ചെയ്ത് എഴുതണം. ഓരോ ചോദ്യവും എക്സാമിന് വന്നാൽ എങ്ങനെ എഴുതുന്നു എന്ന് ഇമാജിൻ ചെയ്ത് എഴുതുന്ന ഒരു പ്രോസസ്സ്, അതിൻ്റെ ഒരു ട്രെയിനിങ് ആണ് നമ്മൾ കൊടുക്കുന്നെങ്കിൽ നല്ല ശതമാനം മാർക്ക് കുട്ടികളിൽ കൂടും. ഓക്കെ.